വയനാട്ടിലെ ദുരിതബാധിതരായ കുരുന്നുകൾക്ക് കൈത്താങ്ങാവാൻ അമ്മ എഴുതിയ കവിതാ പുസ്തകം തെരുവിൽ വിൽപ്പന നടത്തി മകളും കൂട്ടുകാരിയും. ഇരുമ്പിളിയം എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയായ കെ.എസ്. ദേവിയുടെ പച്ചില എന്ന കവിതാ സമാഹാരമാണ് മകൾ മുരളികാദേവും കൂട്ടുകാരി ഹയ പള്ളിയാലിലും ചേർന്ന് ബസ് സ്റ്റാൻഡിലും കടകളിലും നടന്ന് വിൽപ്പന നടത്തിയത്. മാധ്യമങ്ങളിൽ വയനാട്ടിലെ ദുരന്ത കാഴ്ചകൾ കണ്ടപ്പോഴാണ് ഇവരെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് മുരളിക ആലോചിച്ചത്. ഇതേ തുടർന്ന് അമ്മ രചിച്ച കവിതാ സമാഹാരം തെരുവിലും പരിചയക്കാരിലും വിൽപ്പന നടത്തി പണം സമാഹരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇത് കൂട്ടുകാരിയായ ഹയയോട് പറയുകയും അവളും സന്തോഷത്തോടെ ഒപ്പം കൂടുകയായിരുന്നു. പ്ലക്കാർഡുമായി കടകളിലും മറ്റും കയറിയാണ് വിൽപ്പന നടത്തിയത്. നാട്ടുകാരിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്ന് മുരളിക പറഞ്ഞു. ആകെ തകർന്നിരിക്കുകയല്ലേ, അപ്പോൾ നമ്മളല്ലേ ഒരു പ്രചോദനം നൽകേണ്ടത്. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങളൊരു ഫണ്ട് റേസ് ചെയ്യാണ്. ഇതിൻ്റെ അമ്മ എഴുതിയ ബുക്കാണ്. അത് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഞങ്ങൾ കൊടുക്കുകയാണ് വയനാടിന് വേണ്ടിയിട്ട്. ഞാൻ പ്രാവശ്യം പ്രളയത്തിന് ഞങ്ങൾ ഈ ബുക്ക് വിറ്റിട്ട് തന്നെ 10,000 റേസ് ചെയ്തിട്ട് മലപ്പുറം കളക്ടറിന് കൊണ്ടുകൊടുത്തു. അപ്പോൾ അതേപോലെ തന്നെ ഈ ബുക്ക് വിറ്റിട്ട് ഇപ്പോൾ കിട്ടുന്ന പൈസ ഞങ്ങൾ വയനാടിന് വേണ്ടിയിട്ട് ചെയ്യാനാണ്. ഞങ്ങൾ രണ്ടാളും കൂടി ഇറങ്ങി തിരിച്ചിറങ്ങി രാവിലെ മുതൽ ഇതിനു വേണ്ടി ഇതൊക്കെയാണ്. കുറേ പേര് ഞങ്ങളെ സഹായിച്ചു. എല്ലാവരും നന്നായി വാങ്ങുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചു തീരെ പോവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എല്ലാവരും നല്ല ഇതാണ്. ചിലർ ബുക്ക് മേടിക്കാണ്ട് തന്നെ ഞങ്ങൾക്ക് ക്യാഷ് തരുന്നുണ്ട്. കടകശ്ശേരി ഐഡിയൽ സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുരളിക. ഇതേ സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് കൊടുമുടി സ്വദേശിയായ ഹയ. പുസ്തകം വിൽപ്പന നടത്തി ലഭിക്കുന്ന തുക ഉപയോഗിച്ച് കളിപ്പാട്ടങ്ങളും പഠനോപകരണങ്ങളും വാങ്ങി എത്തിക്കാനാണ് തീരുമാനം. 2018 പ്രളയത്തിലും മുരളിക പുസ്തകം വിറ്റ് തുക സമാഹരിച്ച് ജില്ലാ കളക്ടറെ നേരിൽ ചെന്ന് കണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു. മുള്ളൂർക്കര NSS മാനേജ്മെന്റ് സ്കൂളിലെ കായിക അധ്യാപകനായ മുരളിയുടെ ഭാര്യയാണ് കെ.എസ്. ദേവി. ഇവരുടെ രണ്ടാമത്തെ പുസ്തകമാണ് പച്ചില. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്.